സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ലിവിങ്ങിലേക്ക് കയറുമ്പോഴുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അകത്തേക്കുള്ള വഴിയൊന്നും തടസ്സപ്പെടുത്താത്ത രീതിയിൽ തന്നെ വലത് ഭാഗത്തായിട്ട് ഒരു 7 സീറ്ററിൽ സോഫയും അതിന് ഓപ്പോസിറ്റായിട്ട് ടി വിയും ഉണ്ടും വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ നമുക്കിവിടെ സാധിച്ചിട്ടുണ്ട്. ലിവിങ് ഹാളിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനടുത്തായിട്ട് തന്നെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മളിവിടെ ഡോറ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം പ്രൈവസി നമുക്ക് ബെഡ്റൂമിന് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ട്. ലിവിങ് ഹാളിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നമ്മൾ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി ഒരു ഓപ്പൺ കിച്ചണും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മളിവിടെ ഒരു ചെറിയ കോർട്ട് യാർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ ജാളി വർക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കോർട്ട് യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് ആക്സസ് കിട്ടുന്നത് പോലെയാണ് രണ്ടാമത്തെ ബെഡ്റൂം നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനും റൈറ്റ് സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ബെഡിന് ഓപ്പോസിറ്റായിട്ട് കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. 2000 സ്ക്വയർ ഫീറ്റിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ പ്ലാനുകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.